നമ്മളിനി ഓരോ പീസിന് ഇതുപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഇതുപോലത്തെ തന്നെ അതേ വലിപ്പത്തിലുള്ള ഒരു തുണി എടുക്കുക. അതിനുശേഷം നമ്മളിത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലും അതുപോലെ തന്നെ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയൊരു എംബ്രോയിഡറി ആണ്. അപ്പോൾ നമ്മൾ ഹാങ്ങർ ത്രെഡ് വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഫ്രെയിമൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രണ്ട് പാർട്ടിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇത് ലൈനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ച് നമുക്ക് നെക്ക് അടിക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നെക്ക് കട്ട് ചെയ്യണം കേട്ടോ. നെക്ക് നമുക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ലൈനിങ്ങും പിന്നെ നമ്മുടെ ഈ ഒരു തുണിയും വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നെക്ക് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെക്ക് വരുന്നത്. അപ്പോൾ നെക്കിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ലൈനിങ് ഇതായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പിംഗ് നമുക്ക് ജോയിൻ ചെയ്യണം. പൈപ്പിങ്ങിന് നമ്മൾ ഇവിടെ പൈപ്പിംഗ് വെച്ചിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അറ്റത്ത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. പൈപ്പിംഗ് ഇവിടെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ സൈഡിലൂടെ ഈ പിങ്ക് കളറിൽ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ നമ്മൾ അടിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.